ആർത്തൂർ ബാഗിലും പലതവണ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു 30 വർഷങ്ങളിലധികമായി ബാംഗ്ലൂരിൻ്റെ പല ഭാഗങ്ങളായിട്ട് സമന്വയ പ്രവർത്തിക്കുന്നു എന്ന് പറയുകയുണ്ടായി. വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സമന്വയ ബാംഗ്ലൂരിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്നത്. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയാറുണ്ട്, സമന്വയയിലെ മെമ്പർഷിപ്പ് എടുക്കാത്ത ആളുകൾ മെമ്പർഷിപ്പ് എടുക്കണമെന്ന്. എൻ്റെ വിശ്വാസം അതെല്ലാവരും സ്വീകരിച്ചു എന്നുള്ളതാണ്. എല്ലാവരും മെമ്പർഷിപ്പ് എടുത്തു എന്ന് ഞാൻ കരുതുന്നു. ഞാനിപ്പോൾ പറയുന്നത് നമ്മളെല്ലാവരും ഇതിൻ്റെ ഭാഗമാകണം എന്നുള്ളതാണ്. സമന്വയെ സംബന്ധിച്ചിടത്തോളം കൊച്ചുകുട്ടിയിൽ നിന്ന് മുതുമുത്തശ്ശൻ വരെ എല്ലാവർക്കും അവരുടേതായ റോള് സമന്വയത്തിൽ ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, കർക്കിടക മാസം രാമായണ മാസമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. രാമായണം വായിക്കുന്ന അമ്മമാർ, അതല്ലെങ്കിൽ മുത്തച്ഛന്മാർ, മുത്തശ്ശിമാർ നമ്മുടെ കൂടെയെല്ലാം ഉണ്ട്. അപ്പോൾ സമന്വയയുടെ ഈ പ്രവർത്തനത്തിൽ അവർക്ക് രാമായണം വായിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമാകാൻ സാധിക്കും. അതേപോലെ തന്നെ സമന്വയ ചെയ്യുന്ന മറ്റ് ആധ്യാത്മിക കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ വിജയണ്ണി സാർ പറഞ്ഞു, നമ്മൾ കർക്കിടക മാസത്തിൽ അവസാനിക്കേണ്ട കാര്യമല്ല രാമായണം എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിൽ മാത്രം വായിക്കേണ്ട ഒരു ഗ്രന്ഥമല്ല രാമായണം എന്ന് പറയുന്നത്. ആ രാമായണത്തിൻ്റെ തത്വം എന്താണ്, രാമായണത്തിലെ ആശയം എന്താണ് എന്ന് നമ്മൾക്കറിയാം. പക്ഷേ നമ്മുടെ കുട്ടികൾക്കറിയുമോ? നമ്മൾക്കറിയാം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് അറിയുമോ എന്ന് കൂടി ഒന്ന് നമ്മൾ ചോദിക്കണം. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഇതിൻ്റെ ശാസ്ത്രം എന്താണ്, ഇതിൻ്റെ പൊരുൾ എന്താണ്, ആശയം എന്താണ് എന്ന് നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുക്കണം. അത് ഈ സനാതന ധർമ്മം സാർ ഇവിടെ പറയേണ്ടായി, അനവധി വർഷത്തെ പഴക്കമുള്ള ലോകത്തിലെ ശ്രേഷ്ഠമായ ഒരു ധർമ്മമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ആ സനാതന ധർമ്മം ഒട്ടനവധി വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്, അനവധി ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ആക്രമണങ്ങളിലെ സമയത്തെല്ലാം അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അത് പിടിച്ചു നിന്ന് നമ്മുടെ പൂർവികന്മാർ അത് നമ്മുടെ കൈകളിൽ എത്തിച്ചിരിക്കുകയാണ്. ഇത് അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നത് നമ്മുടെ ചുമതലയാണ്. ഇത് നമ്മുടെ ധർമ്മമാണ്. നമ്മൾ ഈ ധർമ്മം നമ്മൾ ചെയ്യണം. കൃഷ്ണൻ പറയുന്നുണ്ട് ഈ ഭഗവത്ഗീതയിൽ, അർജുനനോട് പറയുന്നുണ്ട്, മമ ധർമ്മ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ കൗരവ സേനയിൽ സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഗുരുക്കളെയും എല്ലാം കണ്ട സമയത്ത് തളർന്ന് ഗാണ്ഡീവം താഴെ വീഴുന്ന സമയത്ത് കൃഷ്ണൻ പറയുന്നു അർജുനനോട്, നീ നിന്റെ ധർമ്മം ചെയ്യുക എന്നത്. ധർമ്മം ചെയ്യുക എന്ന സന്ദേശമാണ് ഈ ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തിൽ എല്ലായിടത്തും കാണുന്നത്. ആ ധർമ്മം എന്ന് പറയുന്നത് ദേവകൾക്ക് മാത്രം ചെയ്യാനോ അതല്ലെങ്കിൽ അവതാര പുരുഷന്മാർക്ക് മാത്രം ചെയ്യാനോ ഉള്ള കാര്യമല്ല. ധർമ്മം എന്ന് പറയുന്നത് ഓരോ പൗരനും ചെയ്യേണ്ടതാണ്. നമ്മൾ പൗരധർമ്മം എന്ന് പറയാറുണ്ട്. ഒരു പൗരൻ്റെ ധർമ്മമുണ്ട്, അതേപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു ധർമ്മമുണ്ട്. ഈ ധർമ്മത്തെ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ സംഘടിതരാകണം. ആയില്ലെങ്കിൽ എന്താണ് നമുക്ക് പ്രശ്നം എന്ന് നമ്മൾ ഇനി ആരോടും ചോദിക്കില്ല. നമ്മൾ കണ്ടു, വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ കണ്ടു, മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ബംഗ്ലാദേശിൽ കണ്ടു. നമ്മൾ സംഘടിതരല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാനുള്ള ശത്രുക്കൾ നമ്മുടെ അയൽവാസികളായി നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മൾ സംഘടിക്കുന്നത് ആരെയും ആക്രമിക്കാനല്ല, നമ്മൾ ആർക്കെങ്കിലും ആരുടെയും സ്വത്ത് സമ്പാദിക്കാനല്ല. നമ്മൾ നമ്മുടെ കൊച്ചുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാറുണ്ട്, അല്ലേ? ആരോഗ്യമായി അവനെ വളർത്താറുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കാറുണ്ട്. അസുഖങ്ങൾ വരുന്ന സമയത്ത് ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് മേടിച്ചു കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? അവൻ ആരെയും പോയി ആക്രമിക്കാൻ വേണ്ടി അവന് ശക്തി പ്രാപിപ്പിക്കുക അല്ലെങ്കിൽ അവനെ ശക്തനാക്കുക, ആരെങ്കിലും പോയി ആക്രമിച്ച് കീഴടക്കുക എന്നതിന് വേണ്ടിയല്ല. അവന് രോഗം വരാതിരിക്കാൻ വേണ്ടി അവന് നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുന്നു, മരുന്ന് വേണ്ട സമയത്ത് കൊടുക്കുന്നു, അവൻ്റെ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുന്നു. അതേ തരത്തിൽ ഈ സനാതന ധർമ്മത്തെ രക്ഷിക്കണമെങ്കിൽ ഈ സനാതന ധർമ്മത്തിന് ആവശ്യമായ മരുന്നുകളും ഭക്ഷണങ്ങളും അത് നമ്മൾ കൊടുത്തേ കഴിയൂ. അതിൽ പ്രധാനമായ ഒന്നാണ് സംഘടനാ ശക്തി എന്നത്.
നമ്മൾ പറയാറുണ്ട്, കലിയുഗത്തിൽ സംഘടനയ്ക്കാണ് ശക്തി, അവതാരങ്ങളെക്കാൾ ശക്തി സംഘടനയ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സംഘടിതരാകണം. നമ്മൾ സംഘടിതരാകുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ആരെയും ആക്രമിച്ച് കീഴടക്കാനല്ല. പക്ഷെ ആക്രമികൾ നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രം മതി. വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു, നമ്മൾ സംഘടിതരാണ് എന്ന് അവർക്ക് ബോധ്യം വരികയാണെങ്കിൽ ആ ശത്രുക്കൾ ഓടിപ്പോകും. നമ്മൾ മുഗളന്മാരുടെയും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെയും എല്ലാം ചരിത്രങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഏതെല്ലാം പ്രദേശങ്ങളിലെ നാട്ടുരാജാക്കന്മാർ അവർക്കെതിരെ ആയുധമെടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവർ തിരിഞ്ഞോടിയിട്ടുണ്ട്. പിന്നീട് ആ നാട്ടുരാജാവിൻ്റെ ശക്തി ക്ഷയിക്കുമ്പോഴാണ് ആ രാജ്യത്തെ വീണ്ടും അവർ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സനാതന ധർമ്മം നിലനിർത്തുക എന്നത് നമ്മുടെ ആവശ്യമാണ്, ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം, നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന ആളുകളാണ്, നമുക്കെല്ലാവർക്കും നമ്മൾ ഒട്ടനവധി സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമ്പാദിച്ചിട്ടുള്ള സമ്പത്തിനൊന്നും തന്നെ ഈ ഒരു വിലയുമില്ലാതെയാകും. അത് നമ്മൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ നിന്നും കാണുന്നു. സമ്പാദിച്ചു വെച്ചവെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ അഭയാർത്ഥികളെ പോലെ എവിടേക്കോ ഓടിമറയുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്കറിയാം, ഇത് വലിയ ഒരു ദുരന്തമാണ്, നമ്മെ കാത്തിരിക്കുന്ന ഒരു ദുരന്തമാണ്. ഈ സമയത്ത് ഞാൻ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അപായത്തിൻ്റെ സൂചന നൽകുക എന്ന ഉദ്ദേശമല്ല. പക്ഷെ ആനുകാലികമായ സംഭവ വികാസങ്ങൾ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. സമൂഹത്തിൽ എന്ത് നടക്കുന്നു, സമൂഹത്തിൽ എന്തെല്ലാം കോട്ടങ്ങളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഏതു തരത്തിലാണ് ഈ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. എങ്കിൽ മാത്രമേ നാം സമ്പാദിച്ചു വെച്ചിട്ടുള്ള ഈ സമ്പത്തും അതേപോലെ തന്നെ നാം ശ്രേഷ്ഠമാണെന്ന് പറയുന്ന സനാതന ധർമ്മവും നിലനിൽക്കുകയുള്ളൂ. ഒരിക്കൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 3ാമത്തെ സർസംഘചാലകായ ബാലാസാഹിബ് ദേവരസിജിയോട് ഒരാൾ പറയുകയുണ്ടായി, നിങ്ങൾ ഹിന്ദു 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 എന്ന് പറയുന്നല്ലോ, എവിടെയാണ് ഭാരതീയ സംസ്കാരത്തിൽ സനാതന ധർമ്മത്തിൽ ഹിന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നത്? നമ്മളോട് പറയുന്നത് മനുഷ്യരാശിയെ സർവർക്കും സുഖം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സനാതന ധർമ്മത്തെ നിങ്ങൾ എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് മാത്രമായി മാറ്റി അവരുടെ ക്ഷേമം അല്ലെങ്കിൽ അവരെ ഒന്നൊരുമിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം വളരെ ലഘുവായ ഒരു ഉത്തരമാണ് പറഞ്ഞത്. സർവേ സന്തു നിരാമയ എന്ന് പറയാൻ ഈ ഭൂമിയിൽ ഹിന്ദു ഉണ്ടായാലേ സാധിക്കൂ. ഈ ഹിന്ദുവിനെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടാൽ ഈ പറയുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നും ഓം ശാന്തി 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 എന്നൊക്കെ പറയാൻ ആളുകൾ ഇല്ലാതെ ആകും. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടനയുടെ ബലത്തെപ്പറ്റി, നമ്മൾ ഓരോരുത്തരും സംഘടിക്കുന്നതിനെ പറ്റിയിട്ടുള്ള സത്യവും നമ്മൾ മനസ്സിലാക്കണം. സമന്വയ ബാംഗ്ലൂരിൽ എല്ലാ ഭാഗത്തും വ്യാപിപ്പിച്ച് കിടക്കുന്ന പ്രസ്ഥാനമാണ് സമന്വയയുടെ സ്ട്രക്ചറൽ വർക്ക് എന്ന് പറഞ്ഞ് സ്ട്രക്ചറലായിട്ട് തന്നെ പറയുകയാണെങ്കിൽ അതിനൊരു കേന്ദ്ര സമിതി, അതേപോലെ ഭാഗസമിതി, സ്ഥാനീയ സമിതി എന്ന 3 തലത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സംഘടനയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നത് മാത്രമാണ് സെൻട്രൽ കമ്മിറ്റിയോടുള്ള ജോലി. മറ്റുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുക എന്നത് ഭാഗസമിതികളുടെ ജോലിയാണ്. ബാംഗ്ലൂർ മഹാനഗരത്തിനെ നമ്മൾ 14 ഭാഗങ്ങളായി തിരിച്ച് നമ്മുടെ ഈ HSR ലേഔട്ട് ഉൾപ്പെടുന്നത് വറത്തൂർ ഭാഗിലാണ്. അത്തരത്തിലുള്ള 14 ഭാഗങ്ങൾ ഈ ബാംഗ്ലൂരിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗിൻ്റെ താഴെ സ്ഥാനീയ സമിതികൾ ഉണ്ട്. ആ സ്ഥാനീയ സമിതികൾ നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ബാലഗോകുലങ്ങളെയാണ്. ബാലഗോകുലങ്ങൾ നമ്മൾ നടത്തണം. കുട്ടികൾക്ക് നമ്മുടെ പുരാണത്തെപ്പറ്റി, നമ്മുടെ ചരിത്രത്തെപ്പറ്റി എല്ലാം സത്യമായ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമുക്കറിയാം, നമ്മളെ പഠിപ്പിച്ചതാ മെക്കോളോ പ്രഭു നമ്മളെ എന്നും അടിമത്തത്തിൽ വെക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ വിദ്യാഭ്യാസ രീതിയാണ് വർഷങ്ങൾക്കകം. നമ്മൾ പറഞ്ഞു 78ാമത്തെ വർഷമാണ് സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുന്നത്. ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നത്. അതിനെ മാറ്റിയിട്ടുള്ള എല്ലാ പദ്ധതികളും തയ്യാറായിട്ടുണ്ട്, പക്ഷേ ഇനിയും മാറിയിട്ടില്ല. ഇവിടെ നമ്മളെ ആക്രമിച്ച അലക്സാണ്ടറെ മഹാനായി വിളിക്കുന്നു. ഇവിടെ നമ്മളെ ആക്രമിച്ച് കീഴടക്കിയ മുഗളന്മാരെ മഹാനായി വിളിക്കുന്നു. അവരാണ്, ഇംഗ്ലീഷുകാരാണ് ഈ ഭാരതത്തിൽ നല്ല വിദ്യാഭ്യാസം കൊണ്ടുവന്നത് എന്നെല്ലാം
ഈ ഭാരതം ഭരിച്ച ഭരണാധികാരികൾ പോലും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, നളന്തയിലും തക്ഷശിലയിലുമുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റികളെപ്പറ്റി, നമ്മുടെ ഗ്രന്ഥങ്ങളെപ്പറ്റി ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ മുൻതലമുറക്കാർ അവർ മോശക്കാരായിരുന്നില്ല, ലോകത്തെ മുഴുവൻ കീഴടക്കാനുള്ള ശക്തിയുള്ളവരായിരുന്നു. പക്ഷേ അവരൊരിക്കലും ലോകത്തെ കീഴടക്കിയില്ല. ഉദാഹരണം രാമായണത്തിൽ തന്നെ പറഞ്ഞു, ശ്രീരാമചന്ദ്രനോട് സ്വർണ്ണ ഖനികളാണ് ലങ്കയിൽ ഉണ്ടായിരുന്നത്, സ്വർണ്ണലങ്ക എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള സ്വർണ്ണ കൂമ്പാരങ്ങൾ കണ്ടപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, ചേട്ടാ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, ഭരതൻ അയോധ്യ ഭരിച്ചോട്ടെ എന്ന്. ആ സമയത്താണ് ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഉപദേശിക്കുന്നത്, പിറന്ന നാടും മാതാവും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് എന്ന് ആ ഉപദേശം അവിടെ നൽകുന്നത്. അത്ര മഹനീയമായ ഒരു പ്രത്യയശാസ്ത്രം, അത്ര മഹനീയമായ ഒരു ധർമ്മത്തിൻ്റെ അനന്തരാവകാശികളാണ് നമ്മൾ. ആ ഭാവം നമ്മുടെ കുട്ടികൾക്ക് കൂടി കൈമാറി ആ കുട്ടികളെ വളരെ നല്ല രീതിയിൽ ഭാരതത്തിൻ്റെ ദേശഭക്തിയുള്ള ആധ്യാത്മികമായി ദൈവവിശ്വാസമുള്ള കുട്ടികളാക്കി വളർത്തി, ദേശഭക്തിയുള്ള കുട്ടികളാക്കി വളർത്തി ഈ രാഷ്ട്രത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇതിന് ചെറിയ ഉദാഹരണമാണ് നമുക്കറിയാം. ഇസ്രായേൽ രാജ്യത്തെ നോക്കിയാൽ മതി. കേരളത്തിൻ്റെ അത്ര പോലും വലിപ്പമില്ല ആ രാഷ്ട്രത്തിന്. അവിടെ ഏകദേശം 1 കോടിയിൽ പോലും ജനസംഖ്യയില്ല. അത്തരത്തിലൊരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിലെ മുഴുവൻ ആളുകളും ആ രാഷ്ട്രത്തോട് കൂറുള്ളവരാണ്. ഇവിടെ നമുക്ക് 140 കോടി ജനങ്ങളുണ്ട്. ഈ 140 കോടി ജനങ്ങളും രാഷ്ട്രത്തോട് കൂറുള്ളവരായി മാറുകയാണെങ്കിൽ ഈ രാഷ്ട്രത്തെ ആക്രമിക്കാൻ, ഈ രാഷ്ട്രത്തെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സമന്വയം എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രസ്ഥാനമാണ്, സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രസ്ഥാനമാണ്. നമ്മുടെ ഇടയിലുള്ള കൂടുതൽ ആളുകളെ ജാതി മതഭേദമന്യേ നമുക്ക് ഈ ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, ഈ ഭാരതത്തിൽ അഭിമാനം കൊള്ളുന്ന, ഈ സനാതന ധർമ്മത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു തലമുറയാക്കി വളർത്താൻ നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.